നീറ്റ് ആസ്പിറൻസിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നിങ്ങളിത് മുഴുവനായിട്ടൊന്ന് കാണാം. യെസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് നടന്നിട്ടുള്ളത്, ഈ റീനീറ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയും എഫേർട്ട് എടുത്തിട്ടായിരുന്നു ഈ ഒരു മെയ് 3 നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുടെ എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിട്ടുണ്ട്. അവർക്കും ഉറക്കമില്ലാത്ത രാത്രികളും അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു നീറ്റിന് ഈ ഒരു റീടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന്റെ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഹാർട്ട് ബ്രേക്ക് ആയത് ഞങ്ങൾക്കും കൂടെയാണ്. യെസ്. അപ്പോൾ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, ഈ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മക്കളെല്ലാവരും ഇത് കേട്ട് തളർന്നിരിക്കരുത്. നിങ്ങൾക്കൊരു സെക്കൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, മാക്സിമം കൊടുക്കുക. അപ്പൊ ഇപ്പോൾ ഒരുപാട് പേര് ഡൗൺ ആവുന്ന ഒരു സമയമാണ്. പക്ഷെ നിങ്ങൾ ഒരേ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ലൈഫിൽ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുക, സ്നേഹംസ് പറഞ്ഞ പോലെ അതിനൊരു സെക്കൻഡ് ചാൻസ് ആയിട്ട് കാണുക. ആൻഡ് ഇനിയുള്ള എന്തായാലും നമുക്കൊരു 2 വീക്കോളം സമയം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് വേറൊന്നും ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുക്കുക മക്കളെ. നിങ്ങൾ സിൻസിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിപ്പോൾ രണ്ടാമത്തെ എക്സാം ആണെങ്കിൽ പോലും അതിന് നല്ലൊരു റിസൾട്ട് എൻ്റെ കുട്ടികളിൽ തേടിയെത്തും. യെസ്. അപ്പൊ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.